ക്രിസ്തുവേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് യേശുവും യേശുവിൻ്റെ പിതാവും എന്നുള്ള വിഷയം നാം കഴിഞ്ഞ ചില പാഠങ്ങളിൽ ചിന്തിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രകാരമാണ് യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറയുന്നത് സകലത്തിൻ്റെയും കാരണഭൂതനും അനാദിയും ശാശ്വതവാനും അതുപോലെ തന്നെ സൃഷ്ടിയല്ലാത്തവനുമാകുന്നു. എന്നാൽ ദൈവം എന്ന് ദൈവത്തിൻ്റെ വചനം തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെ എന്നുള്ളത് നാം കഴിഞ്ഞ പാഠങ്ങളിൽ കണ്ടു കഴിഞ്ഞു. അതിൽ നിന്ന് അതിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ്: യഥാർത്ഥത്തിൽ സകലത്തിൻ്റെയും കാരണഭൂതനാണ് ദൈവം. അതായത് ലോകത്തിൽ കാണുന്ന ഏത് കാര്യങ്ങൾക്കും കാരണമുണ്ട്. കാര്യം എന്ന് പറയുന്നത് സൃഷ്ടിയും, കാരണമെന്ന് പറയുന്നത് സൃഷ്ടികർത്താവുമാവുന്നു. അപ്പോൾ കാര്യം, കാരണം എന്നീ ബന്ധത്തിൽ നിൽക്കാത്ത ഒന്നും ഈ ലോകത്തിലില്ല. ഉദാഹരണം, നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർ സാക്ഷ്യം പ്രാപിച്ചത്. ഈ ലോകത്തിന് കാരണം ദൃശ്യമായതല്ല എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായി എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പോൾ സകല ലോകത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും കാരണം എന്ന് പറയുന്നത് വചനമാണ്. അപ്പോൾ അവിടെ ഉദിക്കുന്ന ചോദ്യം, വചനത്തിന് കാരണം എന്താണ്? വചനത്തിന് കാരണം വചനം സംസാരിച്ചവനാണ്, അല്ലെങ്കിൽ വചനം എവിടെ നിന്ന് പുറപ്പെട്ടു വന്നു, അല്ലെങ്കിൽ ആരുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നുവോ അവൻ ആണ് വചനത്തിന് കാരണം. അവനെ ദൈവമെന്ന് പറയുന്നു. ഇനി ആ ദൈവത്തിന് കാരണം എന്താണ്? ആ ദൈവത്തിന് കാരണമില്ല. കാരണം അവൻ കാര്യമല്ല, അല്ലെങ്കിൽ സൃഷ്ടിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അതിന് കാരണമുണ്ട്. ആ വചനം പുറപ്പെടുവിച്ചവനാണ് അതിൻ്റെ കാരണം. ഒരാൾ സംസാരിക്കുകയാണ്, ഒരാളുടെ കൽപ്പനയാൽ അവിടെ ഒരു പ്രവൃത്തി നടത്തി. ഈ പ്രവൃത്തി നല്ല ഭംഗിയുണ്ട്. ഇതാരാണ് ഇതിൻ്റെ ആള്? ഇതെന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രാജാവ് കൽപ്പിച്ചതാണ്. അപ്പോൾ രാജകൽപ്പനയാണ് അവിടെ ആ പ്രവൃത്തിക്ക് എല്ലാവരും ആകർഷിക്കത്തക്കതും എല്ലാവരും കണ്ട് സന്തോഷിക്കത്തക്കതുമായ ആ ശില്പം ഉണ്ടാക്കിയതിൻ്റെ കാരണം രാജകൽപ്പനയാണ്. ഉടനെ അടുത്ത ചോദ്യം, ഈ രാജകൽപ്പന ഉണ്ടാകാൻ കാരണം എന്താണ്? രാജകൽപ്പന ഉണ്ടാകാൻ കാരണം രാജാവ് ദേശത്തെ സ്നേഹിച്ച് ഈ ദേശത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ചപ്പോൾ രാജാവിൻ്റെ ഉള്ളിൽ ഉടലെടുത്ത ചിന്തയാണ് അതിന് കാരണം. അപ്പോൾ ആ ചിന്തയ്ക്ക് കാരണം രാജാവാണ്, അതിനപ്പുറം ഇല്ല. അതായത് ഒരു ശില്പം കാണുന്നു, അതിന് കാരണം ഒരു ശില്പിയാണ്. ആ ശില്പി ആ ശില്പം നിർമ്മിച്ചതിൻ്റെ കാരണം രാജകൽപ്പനയാണ്. രാജകൽപ്പന ഉണ്ടായതിൻ്റെ കാരണം രാജാവിനുണ്ടായ ചിന്താഗതിയാണ്. ചിന്താഗതിയുടെ കാരണം രാജാവാണ്. അതോടുകൂടി
കാരണം അവസാനിക്കുകയാണ്. പിന്നീട് കാരണമില്ല. പിന്നീട് അവൻ മനുഷ്യൻ എന്നുള്ളതിന്റെ കാരണമുണ്ട്. എന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ തക്കവണ്ണം ലോകത്തിലെ ഏത് കാര്യങ്ങൾക്കും അന്വേഷിച്ചാൽ അതിന് കാരണമുണ്ടാകും. കാരണം വീണ്ടും അതിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ അതിൽ കാര്യമുണ്ടെങ്കിൽ അതിന്റെ കാരണത്തെ കണ്ടെത്താൻ കഴിയും. ഇതുപോലെയാണ് ഈ ലോകം. ഉദാഹരണമായിട്ട് ഈ കാണുന്ന പൊടി, മണ്ണ്, ഇത് എന്താണ് ഇതിന്റെ കാരണം? ഇത് ദൈവം സൃഷ്ടിച്ച് നിലനിർത്തിയിരിക്കുന്നതാണ്. തന്റെ വചനത്താൽ നിലനിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് സൃഷ്ടിയുടെ കാരണം വചനമാണ്. വചനത്തിന് കാരണം ആരാണ്? വചനത്തിന് കാരണം ദൈവം ഈ ലോകത്തെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ച് ചില പ്രവൃത്തികൾ ചെയ്യാൻ തീരുമാനിച്ച തീരുമാനമാണ് ഈ വചനം പുറപ്പെടാൻ കാരണം. അങ്ങനെ ചിന്തിച്ച ജ്ഞാനത്തിനും ചിന്തയ്ക്കും കാരണം ആരാണ്? ദൈവമാണ്. ദൈവമാണ്. അപ്പൊ അവിടെ നിന്ന് നിൽക്കുകയാണ് നമ്മൾ. ലോകത്തിലുള്ളതിൻ്റെ നാം ദൃശ്യമായി കാണുന്ന പഞ്ചഭൂതങ്ങളിൽ തുടങ്ങാം. അഗ്നി, ആകാശം, ഭൂമി, വായു, ജലം എന്നീ 4 മൂലപദാർത്ഥങ്ങൾ കൊണ്ടാണ് ഈ ലോകത്തിലുള്ളതെല്ലാം ഉളവായിരിക്കുന്നത്. ഇത് മുഴുവനും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ, ഇതിൻ്റെ കാരണം പരിശോധിച്ചു എന്നാൽ ഇതിനെ നിലനിർത്തിയിരിക്കുന്നത് ദൈവശക്തിയാണെന്ന് മനസ്സിലാകുന്നു. ദൈവശക്തി എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനെന്ന് മനസ്സിലാകുന്നു. ദൈവശക്തിക്ക് ആധാരം ദൈവവചനമാണ്. ദൈവവചനം അതിന് ആധാരം എന്തെന്ന് ചോദിച്ചാൽ, ഈ ദൈവവചനം ഇങ്ങനെ ഇത്രമാത്രം ഈ ലോകത്തിലെ വിവിധമായിട്ടുള്ള അവസ്ഥകളിൽ അത്ര സൂക്ഷ്മമായിട്ടും അത്ര നീതിയായിട്ടും ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ദൈവജ്ഞാനമാണ്. ഈ ലോകം ഇങ്ങനെ ഉളവായി വരാൻ കാരണം ദൈവജ്ഞാനമാണ്. വീണ്ടും അടുത്തതിൽ ദൈവജ്ഞാനത്തിന് കാരണം എന്താണ് എന്നുള്ള ചോദ്യത്തിന്, ദൈവജ്ഞാനം ഉളവായത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. ദൈവമാണ് അതിന് കാരണം. ഇനി അടുത്ത ഒരു ചോദ്യവും കൂടി, ദൈവത്തിന് കാരണം എന്താണ്? ദൈവത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇല്ല. ഏത് കാര്യങ്ങളില്ല? ഉളവായതോ സൃഷ്ടിയായതോ ഒന്നും ദൈവത്തിലില്ലാത്തത് കൊണ്ട് അവന് കാരണമായിട്ട് മറ്റൊന്ന് ഉണ്ടാകുകയില്ല. കാരണം സകലത്തിനും കാരണം അവനാണ്. കാര്യമില്ലാത്ത കാരണമാണ് ദൈവം. അവിടെയാണ് വീണ്ടും നമുക്കത് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് ഒന്നുകൂടി നമുക്ക് ചിന്തിക്കുകയാണ്. പഞ്ചഭൂതങ്ങൾ എന്ന് വേദപുസ്തകത്തിലില്ല. 5 മൂലകങ്ങൾ, അതാണല്ലോ ലോകം. ഈ ലോകത്തിൽ ഉള്ള 5 മൂലപദാർത്ഥങ്ങൾക്ക് കാരണം അതിനെ നിലനിർത്തിയിരിക്കുന്ന ശക്തിയാണ്. അത് ദൈവശക്തിയാണ്. ദൈവശക്തിക്ക് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ദൈവശക്തി എന്ന് പറയുന്നത് വചനപ്രകാരം സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ എന്നാണ് വചനം. അതുകൊണ്ട് ദൈവശക്തിക്ക് കാരണം വചനമാണ്. വചനത്തിന് കാരണം എന്ത് എന്നുള്ള ചോദ്യത്തിന്, ജ്ഞാനത്തിൽ നിന്നാണ് വചനം പുറപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിലുളവായ ജ്ഞാനമാണ് പുറപ്പെട്ടു വന്ന വചനത്തിന് കാരണം. ഇനി ജ്ഞാനത്തിന് കാരണം എന്താണ് എന്നുള്ള ചോദ്യത്തിന്, അത് പുറപ്പെട്ടു വന്ന ദൈവമാണ് അതിന് കാരണം. ഇനി ദൈവത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
അതിൽ ഉളവായതോ സൃഷ്ടിയായതോ ഒന്നും ഇല്ല. അതിലുളവായതും സൃഷ്ടിയായതും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് കാരണവും അന്വേഷിക്കാൻ സാധിക്കുകയില്ല. കാരണം അത് കാരണം മാത്രമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ പഞ്ചഭൂതങ്ങൾ, ദൈവശക്തി, ദൈവവചനം, ദൈവജ്ഞാനം, ദൈവം, ഈ 5 കാര്യങ്ങൾ 5 കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാര്യമില്ലാത്ത ഈ 5 ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ കാര്യമില്ലാത്ത കാരണമെന്ന് പറയുന്നത് ദൈവം മാത്രമാണ്. ദൈവം മാത്രമാണ് കാര്യമില്ലാത്ത കാരണം. അതിനകത്ത് സൃഷ്ടിയോ ഉളവായതോ ഒന്നുമില്ല. ഈ ദൈവത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ദൈവജ്ഞാനം എന്ന ദൈവപുത്രൻ ഉളവായത്. ഈ ദൈവപുത്രനിൽ നിന്നാണ് സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ദൈവപുത്രനിൽ നിന്നാണ് വചനം പുറപ്പെട്ടത്. ഈ വചനത്തിൽ നിന്നാണ് ശക്തി പുറപ്പെട്ടത്. ഈ ശക്തിയിൽ നിന്നാണ് ലോകം ഉളവായത്, പ്രപഞ്ചം ഉളവായത്. ഇതാണ് ഇതിൻ്റെ കർമ്മം. അപ്പോൾ ഇതിനകത്ത് ദൈവം ആര് എന്നുള്ള ചോദ്യത്തിന് ദൈവം ആര് എന്നുള്ള ചോദ്യത്തിന് കാര്യമില്ലാത്ത കാരണം മാത്രമാണ് ഏകസത്യ ദൈവം. ബാക്കിയുള്ളതിലെല്ലാം കാര്യമുണ്ട്. കാരണം ദൈവജ്ഞാനത്തിന് ഒരു രൂപമുണ്ട്. ജ്ഞാനസ്വരൂപനായ ക്രിസ്തുവാണത്. ക്രിസ്തുവിനെ കാണാം. ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കാം. അത് പുത്രനാണ്. അത് പുത്രൻ്റെ നിലയിലുള്ളതാണ്. ദൈവത്തിൻ്റെ ശക്തിയെ അനുഭവിക്കാം. അതിൽ നിന്നുളവായിട്ടുള്ള ഈ ലോകത്തെ നമുക്ക് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യാം. അതെല്ലാം സൃഷ്ടിയാണ്. ദൈവപുത്രൻ ദൈവത്തിൽ നിന്ന് ഉളവായതാണ്. അതിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണ് വചനം. അതിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണ് ദൈവശക്തി, ദൈവജ്ഞാനം. അതിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണ് ദൈവശക്തി. അതിൽ നിന്നാണ് ഈ ലോകം നിലനിൽക്കുന്നത്. എല്ലാറ്റിനും കാരണം ദൈവം മാത്രമാണ്. ദൈവം ഉളവായതല്ല, സൃഷ്ടിയല്ല. അതുകൊണ്ട് അതിന് കാരണം അന്വേഷിക്കേണ്ട കാര്യമില്ല. അവൻ കാരണം മാത്രമാണ്. വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി പഠിക്കുമ്പോൾ കാര്യമില്ലാത്ത കാരണമാണ് ദൈവം. ദൈവത്തിൽ മാത്രം നോക്കുമ്പോൾ ഒരു കാര്യം അന്വേഷിക്കാനില്ല, കണ്ടെത്താനില്ല. കാരണം അവൻ എല്ലാറ്റിനും കാരണമാണ്. ഈ കാരണഭൂതനായ ദൈവമാണ് യേശുവിൻ്റെ പിതാവ്. മറ്റേത് പറഞ്ഞാലും തെറ്റിപ്പോകും. കാരണം അവനിൽ നിന്ന് ഉളവായത് ദൈവപുത്രൻ. അവനിൽ നിന്ന് ഉളവായതാണ് ദൈവപുത്രൻ. അത് യേശുവിൻ്റെ ദൈവമാകുന്നത് എങ്ങനെയാ? അല്ല യേശുവിൻ്റെ പിതാവാകുന്നത് എങ്ങനെയാ? ഉളവായ ദൈവപുത്രൻ തന്നെയാണ് മനുഷ്യപുത്രനായിട്ട് ലോകത്തിൽ വന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ ദൈവപുത്രന്റെ വിവിധ ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ വിവിധ അവസ്ഥകളുണ്ട്. ഇത് തന്നെയാണ് വചനം, ക്രിസ്തു, ദൈവശക്തി, ദൈവജ്ഞാനം എന്നിവയെല്ലാം ഈ ദൈവപുത്രന്റെ വിവിധ ഭാഗങ്ങളാണ്. അതെല്ലാം ഉളവായതും സൃഷ്ടിയുമാണ്. ദൈവമാകട്ടെ കാരണഭൂതനുമാണ്. അതുകൊണ്ട് ഈ കാരണഭൂതനായ ദൈവം യേശുവിൻ്റെ പിതാവെന്ന് പറഞ്ഞാൽ അത് വചനവ്യവസ്ഥ പ്രകാരം സത്യമായി വരും. ബാക്കി ഏതെല്ലാം പറഞ്ഞാലും സത്യത്തിന് വിരുദ്ധമായിരിക്കും. ഒരിക്കലും സത്യത്തോട് നിരക്കാത്തതുമായിരിക്കും. അതുകൊണ്ട് യേശുവിൻ്റെ പിതാവ് ആര് എന്നുള്ള ചോദ്യത്തിന് നമുക്കൊറ്റ ഉത്തരമേ ഉള്ളൂ: സകലത്തിൻ്റെയും കാരണഭൂതനായ ദൈവം. ആ ദൈവത്തിൽ നിന്നാണ് ദൈവപുത്രനായ ക്രിസ്തു എന്ന ദൈവജ്ഞാനം ഉളവായത്. അതിൽ നിന്നാണ് വചനം പുറപ്പെട്ടു വന്നത്. അതിൽ നിന്നാണ് ശക്തി പുറപ്പെട്ടു വന്നത്. ഈ ശക്തിയാലാണ് പഞ്ചഭൂതങ്ങൾ, മൂലകങ്ങൾ ഉളവായത്. അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് ആധാരം. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ ആരംഭവും പ്രവർത്തനവും അങ്ങനെയാണ്.